മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇതുവരെയും പ്രതാപൻ്റെ അമ്മയും കരുണയും ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കുമുള്ള തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ കണ്ണൻ നടന്നു തുടങ്ങി എന്നുള്ള ആ ഒരു സത്യം പ്രതാപൻ്റെ അമ്മ അറിയുന്നുണ്ടെങ്കിലും അവർക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും പ്രതാപൻ്റെ അമ്മയ്ക്ക് സംശയമുണ്ട്. ഇതിനു മുമ്പ് പല കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് നടന്നേക്കണത്. ഇനി ആ കണ്ണനും മഹാലക്ഷ്മിയും നടക്കണ കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കണതായിരിക്കും. അല്ലാതെ ഇവനക്കിപ്പോൾ നുണ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അവൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇനി കണ്ണൻ നടന്നു തുടങ്ങിയ വിവരം അവൻ നാട് നിങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇതെങ്ങാനും കരുണമോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ജീവനോടെ ഇരിക്കില്ലടാ പ്രതാപ, അവൾ വലിയ കെട്ടി തൂങ്ങി ചാവുകയും ചെയ്യുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഒരിക്കലും ഇത് മോളറിയരുത്. എന്തായാലും ഇത് സത്യമാണോ നമുക്ക് ഉണ്ണിയെ വിളിച്ചൊന്ന് ചോദിച്ചാലോ എന്ന് പറയുമ്പോൾ, നീ എന്തൊരു മണ്ടത്തരാടാ പ്രതാപ പറയണേ, ഉണ്ണിയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് കരുണമോൾ അറിയില്ലേ. ഇനി നീ ഒരു പണി ചെയ്യുക, അവൻ നടക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ പിന്നാലെ തന്നെ പോകുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അത് ശരിയാമ്മേ, ഞാൻ എന്തായാലും അവൻ്റെ പിന്നാലെ തന്നെ പോയി നോക്കാമെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, പിന്നാലെ പോയാൽ മാത്രം പോരാ, അവൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അവൻ മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കാനുണ്ടാവരുത്. അവൻ ഒരിക്കലും മഹാലക്ഷ്മിക്കൊപ്പം കൈ പിടിച്ച് ഒരുമിച്ച് നടക്കരുത്. അവൻ വീൽ ചെയറിലേ ഇരിക്കാവുള്ളൂ. മഹാലക്ഷ്മിക്കൊപ്പം നടക്കണ കണ്ണനെ നമുക്ക് ആവശ്യമില്ലട പ്രതാപ, വീൽ ചെയറിൽ ഇരിക്കണ കണ്ണനെ നമുക്ക് മതി. ഒരിക്കലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനിയിപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നാൽ തന്നെ ഒരിക്കൽ കൂടി കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തിൽ കയറണം. ആ സമയം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അത് വേറൊന്നുമല്ല, കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവ് നിൻ്റെ ശരീരത്തിൽ കയറിയതായിട്ട് നീ ഒന്ന് അഭിനയിച്ചാൽ മതി. എന്നിട്ട് എഴുന്നേറ്റ് നടക്കണ കണ്ണനെ വീണ്ടും നീ വീൽ ചെയറിലാക്കണം. അങ്ങനെ മഹാലക്ഷ്മിക്ക് വീൽ ചെയറിലല്ലാണ്ട് എഴുന്നേറ്റ് നടക്കുന്ന ഒരു ഭർത്താവ് വേണ്ടടാന്ന്. ആ സമയം ഈ പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആൾ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ ഭർത്താവ് കരിക്ക് കുടിച്ചുകൊണ്ട് അതിൽ നടക്കുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങളെന്തിനാ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആളെ വീണ്ടും വീൽ ചെയറിൽ ഇരുത്താൻ നോക്കണേന്ന് ആ ഒരാൾ വന്ന് ചോദിക്കണ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ എൻ്റെ ഭഗവാനെ. ഇനിയിപ്പോൾ വാമേട്ടനെ വിളിച്ചിട്ടും കാര്യമില്ല. വാമേട്ടനെ എന്തായാലും ഇപ്പോൾ പെട്ട് നിൽക്കുകയാണ്. ഇനി വാമേട്ടനെ ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണൻ വാമേട്ടനെയും വെറുതെ വിടൂല. എന്തായാലും തന്ത്രത്തിൽ വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ കരിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും കാറിൽ കയറി പോകുമ്പോൾ കണ്ണൻ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, ഇനി തനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നമുക്കൊന്ന് ബീച്ച് വരെ പോയാലോ കണ്ണേട്ടാ, കടൽ തീരത്തേക്ക് നടക്കാനൊരു സുഖമുണ്ട്, കുറേ നാളായി കടൽ തീരത്തൊന്ന് പോകണമെന്ന് വിചാരിക്കണു, അത്രയാണോ ഉള്ളൂ, എന്നാൽ നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും കടൽ തീരത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കടൽ തീരത്തേക്കിടെ കടൽക്കാറ്റ് അടിച്ച് നടന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തൊരു സന്തോഷം ഇപ്പോൾ നമുക്കല്ലേ, എത്ര പെട്ടെന്ന് ആ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം വന്നത്. കണ്ണേട്ടന് ഒരിക്കലും എന്നോട് പിണക്കം മാറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആകെ തകർന്നു പോയായിരുന്നു കണ്ണേട്ട ആ സമയത്തെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, തനിക്കത് എന്നോടൊന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, താൻ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ താനത് മറച്ചു വയ്ക്കുകയെന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് തന്നോട് ദേഷ്യമായത്. അതും എനിക്ക് എൻ്റെ അച്ഛനെ എത്രത്തോളം ജീവനായിരുന്നു എന്ന് തനിക്കറിയില്ലേ. എന്നിട്ടും പ്രതാപനെ എൻ്റെ അച്ഛനെ കൊന്നേന്നുള്ള സത്യം എന്നോട് തുറന്നു പറയാൻ തനിക്ക് ഒരിക്കലും തോന്നിയില്ലല്ലോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് എൻ്റെ കാര്യം ഓർത്തിട്ട് മാത്രമല്ല കണ്ണേട്ട, കരുണയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് കൂടിയാണ് ഞാൻ പറയാണ്ടിരുന്നത്. എന്തായാലും കണ്ണേട്ടൻ്റെ മാത്രം അച്ഛനല്ലല്ലോ, ഉണ്ണിയുടെയും കൂടെ അച്ഛനല്ലേ. സ്വന്തം അച്ഛനെ കൊന്നത് കരുണയുടെ അച്ഛനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്ക് കരുണയോട് ക്ഷമിക്കാൻ പറ്റില്ല. പിന്നീട് അവർക്ക് അങ്ങനെ ഒരു ബന്ധം പോലും ഉണ്ടായിന്ന് വരില്ല. അത് പറയുന്നിട്ടാ കണ്ണേട്ടാ ഞാൻ പറയാണ്ടിരുന്നതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ നമുക്ക് കിട്ടിയ നല്ലൊരവസരം. എന്തായാലും തൻ്റെ അനുജത്തി ഇല്ലേ കരുണ, അവൾക്കടെ പേരിൽ മാത്രമേ കരുണയുള്ളൂ, അവളുടെ സ്വഭാവത്തിൽ ഒരു കരുണയില്ലാത്തവളാണ്. തൻ്റെയോ തൻ്റെ അമ്മയുടെ ഒരു സ്വഭാവ ഗുണവും അവൾക്ക് കിട്ടിയിട്ടില്ല. അവളുടെ കാര്യത്തിൽ തൻ്റെ അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവൾ തന്നെ സ്നേഹിക്കണമെന്നാണ് തൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവളുടെ അച്ഛനും മുത്തശ്ശിയും അതിനൊരിക്കലും അനുവദിക്കില്ല. ഇപ്പം നമ്മളുടെ മുന്നിൽ നല്ലൊരു അവസരമായി കിട്ടിയേക്കണേ, അവളെ നല്ലൊരു പെൺകുട്ടിയാക്കി എടുക്കാൻ പറ്റിയ. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കരുണയെ എങ്ങനെ മാറ്റിയെടുക്കുമെന്നാണ് കണ്ണേട്ടൻ പറയണേന്ന് ചോദിക്കുമ്പം, ഇപ്പോൾ കരുണയുടെ അച്ഛനെ എൻ്റെ അച്ഛനെ കൊന്നേന്നുള്ള സത്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഉണ്ണിക്കോ അമ്മയ്ക്കോ മഞ്ജുവിനോ അറിയില്ല. ആ സത്യങ്ങൾ അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം കരുണയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എൻ്റെ രണ്ടാനമ്മയ്ക്ക് എന്നോട് ശത്രുതയുണ്ടെങ്കിലും എൻ്റെ അച്ഛനെ അവർ ജീവനേക്കാളും ഇവർ സ്നേഹിച്ചിരുന്നു. ഞാനത് കണ്ടു വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭർത്താവിനെ കൊന്ന ആളുടെ മകളെ അംഗീകരിക്കാനുള്ള മനസ്സൊന്നും എൻ്റെ രണ്ടാനമ്മയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് കണ്ണേട്ടൻ ഇതൊക്കെ അവരോട് തുറന്നു പറയാനാണോ തീരുമാനിച്ചേക്കണേന്ന് ചോദിക്കുമ്പം
ഒരിക്കലുമില്ല. ഞാൻ തൽക്കാലം ഇതൊന്നും ആരോടും പറയില്ല. പക്ഷേ ഈ പേരും പറഞ്ഞ് നമ്മൾ കരുണയെ മെരുക്കി എടുക്കുമെന്ന്. ആ സമയം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്താണെങ്കിലും ഒന്ന് തെളിച്ച് പറ, എനിക്കൊന്ന് മനസ്സിലാവണില്ല എന്ന് പറയുമ്പം തെളിച്ച് പറയാനൊന്നുമില്ല. ഇനി കരുണയുടെ ഇഷ്ടത്തിന് അവിടെ ജീവിക്കാൻ പാടില്ല. നമ്മൾ എന്ത് പറയണോ അതനുസരിച്ച് വേണം അവൾ ജീവിക്കാൻ. അതിന് മുൻപിൽ നിന്നെല്ലാം ചെയ്യേണ്ടത് താൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു തരും, താൻ അതുപോലെ അവളോട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവളെയും കൊണ്ട് ചെയ്യിപ്പിച്ചോളണം. ഇത്രയും നാളും അവൾ താൻ പണിയെടുത്ത് ഭക്ഷണം കഴിച്ചല്ലേ ജീവിച്ചത്. ഇനി അവൾ തന്നെ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യണം. അതുപോലെ എല്ലാ കാര്യത്തിലും അവൾക്കൊരു നിയന്ത്രണം താൻ ഏർപ്പെടുത്തണം. ഇനി അവളുടെ ഇഷ്ടത്തിന് ഒരു സ്ഥലത്തും പോകാനും പാടില്ല. പിന്നെ പ്രതാപനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ജീവിതം പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ചങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം ഞാൻ അയാളെ ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്ന്. അതുകൊണ്ട് പ്രതാപൻ ഒരിക്കലും മോളെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കില്ല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിപ്പോൾ അവളോട് എന്തെങ്കിലും പറയാൻ പോയാൽ അവൾക്ക് എന്നോടുള്ള ശത്രുത കൂടുതലല്ലേ ഉള്ളൂ കണ്ണേട്ടാന്ന് പറയുമ്പം അതൊന്നും കുഴപ്പമില്ല, താനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. എന്തായാലും ഇനി കമലേശ്വരത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് താൻ തീരുമാനിക്കണ പോലെ വേണം കരുണ ഇനി മുന്നോട്ട് ജീവിക്കാൻ. എന്നാലേ അവളെ നല്ലൊരു പെൺകുട്ടിയാക്കി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അത് കണ്ടാൽ തൻ്റെ അമ്മയ്ക്കും സന്തോഷമാവും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കണ്ണേട്ട കരുണ എന്നെ സ്നേഹിക്കണമെന്ന്. പക്ഷെ അതൊരിക്കലും നടക്കാത്ത കാര്യമല്ലേ. എന്തായാലും ഇതുവരെ നമ്മൾ അങ്ങനെയല്ലേ വിചാരിച്ചത്. ഇനി അത് നടക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. താൻ ഒരുപാട് ആഗ്രഹിക്കണില്ലേ തൻ്റെ അനുജത്തി തന്നെ സ്നേഹിക്കണമെന്ന്. തനിക്ക് തൻ്റെ അനുജത്തിയോട് നല്ല സ്നേഹമാണെന്ന് എനിക്കറിയാം. പക്ഷെ തിരിച്ച് അവൾ ഒരിക്കലെങ്കിലും തന്നോട് സ്നേഹത്തോടുകൂടി പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി അത് വേണ്ട. എന്തായാലും തന്നെ സ്നേഹിക്കുന്ന ഒരു അനുജത്തിയായിട്ട് മാറണം അവൾ. അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെ പോയാലും കുഴപ്പമില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയാണ്. വാമദേവനാണെങ്കിൽ സീമന്തിനിയോട് പറയുന്നുണ്ട്, എടി സീമന്തിനി, ആ കരുണപ്പിശാചിന് പൈസ ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോടി, നിൻ്റെ കയ്യിൽ പൈസ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എവിടെന്നാ വാമേട്ടാ പൈസ, കണ്ണൻ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്ന പൈസ ഇല്ലേ, അതിൽ നിന്നൊരു 50,000 അവൾക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ അവൾ ഈ സത്യങ്ങളെല്ലാം കണ്ണനോട് പറയും. കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ നിലയ്ക്കും. പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും, സ്വാതിയുടെ വിവാഹം എങ്ങനെ നടത്തും? അതുമാത്രമല്ല മേഘനെ ചികിത്സിക്കണ്ടേ, ഇതൊന്നും നടക്കൂല. അതുകൊണ്ട് വാമേട്ടൻ തൽക്കാലം ഒരു 50,000 രൂപ അവൾക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുക്കാൻ. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഇനിയും ഇവളിങ്ങനെ ശല്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ തീർത്ത് കളയേണ്ട വരുമെന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, ഇപ്പോൾ തീർത്തതിൻ്റെ പ്രശ്നം തീർന്നിട്ടില്ല. ഇനി ഓരോരുത്തരെയായിട്ട് തീർക്കാൻ നടന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാനേ വാമേട്ടന് നേരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇനി ആരെയും കൊല്ലണ കാര്യമൊന്നും ചിന്തിക്കണ്ട. വന്നത് വന്നു. എന്തായാലും വിശ്വേട്ടനെ കൊന്നതിൻ്റെ പാപം നിങ്ങളുടെ തലേന്ന് പോകുമൊന്നുമില്ല. ഇനി പ്രതാപൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയ വിശ്വേട്ടൻ്റെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തേക്ക് കയറുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. പിന്നെ കരുണ പറയേണ്ടിയൊന്നും വരില്ല എന്ന്. ഇതേ സമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ മോനെ ഉണ്ണി, ഇപ്പോൾ കരുണമോളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടല്ലോടാ, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അതാ അമ്മ എനിക്കും പിടി കിട്ടാത്തത്. അവളുടെ അഹങ്കാരമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, നമുക്ക് മാത്രം അറിയില്ലാത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ കണ്ണേട്ടന് ഒരുപാട് മാറ്റമുണ്ട്. അതുപോലെ തന്നെ കരുണയ്ക്ക് കണ്ണേട്ടനെ കാണുമ്പോൾ പണ്ടത്തെ കൂട്ടൊന്നുമല്ല, നല്ല പേടിയും ബഹുമാനവും ഉണ്ടെന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അത് ഞാനും ശ്രദ്ധിച്ചടാ. നേരത്തെ കണ്ണനോട് തർക്കുത്തരം പറയാനായിട്ട് അവൾ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അവൾ കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറി പോവാറാ ചെയ്യാറ്. അഥവാ കണ്ണൻ എന്തെങ്കിലും ചോദിച്ചാലും അവൾ ബഹുമാനത്തോടു കൂടിയേ സംസാരിക്കാറുള്ളൂ. എന്താടാ ശരിക്കും അവൾക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് അവളുടെ അച്ഛൻ്റെ സമനില തെറ്റിയതിന് ശേഷം. ഇനിയിപ്പോൾ അവളുടെ അച്ഛൻ നമ്മളുടെ അച്ഛനെക്കുറിച്ച് എന്തൊക്കെയോ പറയാമെന്നൊക്കെ പറഞ്ഞില്ലേ, എനിക്കൊരു സംശയം അമ്മേ, ഇനി എൻ്റെ അച്ഛനെ കൊന്നത് അവളുടെ അച്ഛനെങ്ങാനും ആണോ? അല്ലെങ്കിൽ പിന്നെ അയാളുടെ ശരീരത്തിൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് കയറണേ ഇതിനാന്ന്. അന്നേരം ഈ ദുർഗ പറയുന്നുണ്ട്, അതാ എനിക്കും മനസ്സിലാവാത്ത. ഈ പ്രതാപനെ വിശ്വേട്ടന് നേരത്തെ പരിചയമൊന്നുമില്ല, അവർ തമ്മിൽ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ഒരാളുടെ ശരീരത്തിൽ എന്തിനാണ് വിശ്വേട്ടൻ കയറിയത്? അതുമാത്രമല്ല ഇന്ന് വരെ നമുക്ക് ആർക്കും വിശ്വേട്ടനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ വിശ്വേട്ടൻ്റെ ആത്മാവ് അങ്ങനെ വരാണെങ്കിൽ തന്നെ അത് കണ്ണൻ്റെ അടുത്തേക്കല്ലേ വരേണ്ടത്. വിശ്വേട്ടന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതും സ്നേഹിച്ചിരുന്നതും വേദനിച്ചിരുന്നതും കണ്ണൻ്റെ കാര്യത്തിലാണ്. കണ്ണനൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഈ പ്രതാപനെ മാത്രം ശല്യം ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടമ്മേ, അത് കരുണയ്ക്ക് അറിയാം. ആ രഹസ്യം മറച്ചു വയ്ക്കാനാണ് അവൾ നമ്മളോട് അവളുടെ അച്ഛനെ കാണാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ കണ്ടു കഴിയുമ്പം അയാൾ എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്നുള്ള പേടി മൂലം മാത്രം. അന്ന് തന്നെ 7-ാം മാസത്തെ
ചടങ്ങിന് അയാൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചേർന്ന് അയാളിനെ പിടിച്ച് വലിച്ച് വണ്ടി കയറ്റി തിരിച്ചു കൊണ്ടുപോകുമല്ലായിരുന്നു. എല്ലാവർക്കും ഇത് അറിയാമെന്ന് തോന്നണേന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ഉർവശി ശാപം ഉപകാരം എന്ന് പറയും പോലെ കർണമോളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അവൾ നിന്നെ ഉപേക്ഷിച്ച് പോകുമൊന്നുമില്ല എന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, അവളെന്നെ ഉപേക്ഷിച്ച് പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരത്തേക്ക് തിരിച്ചു വരാണ്. വരുന്ന സമയത്ത് കർണേനെയാണെങ്കിൽ അവിടെയൊന്നും കാണുന്നില്ല. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, തന്നോട് ഞാൻ പറഞ്ഞതൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ, ഇനി തൻ്റെ അനുജത്തിയെ താൻ വേണം നേരെയാക്കാൻ, അതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം കണ്ണേട്ടാന്ന്. അങ്ങനെ മഹാലക്ഷ്മി കിച്ചണിൽ വരുമ്പം അവിടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകാൻ കിടക്കണം കാണുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി വേഗം തന്നെ കരുണയുടെ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ കരുണ ഫോണും കണ്ടുകൊണ്ടിരിക്കണ കണ്ടതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അവിടെ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം അതിനെന്താ, അത് നിനക്ക് കഴുകിക്കൂടെ എന്ന് ചോദിക്കുമ്പം ഞാനല്ല അതിവിടെ കഴുകണത്, അവിടെ കഴുകാൻ നീ ഉണ്ടല്ലോ, ഇനി ഞാൻ എന്തായാലും തൽക്കാലം അത് കഴുകാനൊന്നും തീരുമാനിച്ചിട്ടില്ല, മര്യാദക്ക് പോയി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ, എന്തിനാ എന്നെ കൊണ്ട് എന്നെ കഴിക്കണത്, നിനക്ക് ഇത്ര നിർബന്ധം, നിനക്ക് കഴുകാൻ പാടില്ല എന്ന് ചോദിക്കുമ്പം ഞാൻ പറയണത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി, ഇപ്പം എന്തായാലും നിനക്ക് ചിലവിന് തന്നത് കണ്ണേട്ടനല്ലേ, അതുകൊണ്ട് ഞങ്ങളെ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മോനെ, ഇത്രയും നാളും നീ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചപ്പം നിനക്ക് അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട്, ഇനി നിൻ്റെ അഭ്യാസമൊന്നും ഇവിടെ നടക്കില്ല, ഞങ്ങൾ പറയണത് പോലെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇനി നിനക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മോള് വീട്ടിൽ പോകാൻ റെഡി ആയിക്കോന്ന്. ആ സമയത്ത് കരുണ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിക്കുമ്പം ഇത് ഭീഷണിയൊന്നുമല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നീ ഇവിടുത്തെ ജീവിതം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ നിൻ്റെ ജീവിതം വീണ്ടും ദുരിതത്തിലാവും. കാരണം വേറൊന്നുമല്ല, കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്ന ആ ഒരു കേസ് കണ്ണേട്ടൻ ഫയൽ ചെയ്യും, പിന്നീട് നിൻ്റെ അച്ഛൻ ജയിലിലേക്ക് പോവും, അതോടുകൂടി നിൻ്റെ അച്ഛൻ്റെ സമ്പാദ്യവും പോവും, അതുകൊണ്ട് മോൾ അടങ്ങി ഒതുങ്ങി ഞങ്ങൾ പറയണതും കേട്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ മോൾക്ക് അതാ നല്ലതെന്ന്. ആ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിയോട് എന്താ പറയണതെന്ന് അറിയില്ലാത്തതുകൊണ്ട് കരുണ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിന്നോട് ഇവിടെ നിൽക്കാനല്ല പറഞ്ഞേ, വേഗം തന്നെ അടുക്കളയിൽ കയറി ആവശ്യമുള്ള പണികളൊക്കെ ചെയ്യാനാണ് പറഞ്ഞതെന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് കരുണ അടുക്കളയിൽ കയറി പാത്രങ്ങളൊക്കെ കഴുകണ കാണുമ്പം ദുർഗയ്ക്ക് നല്ല അത്ഭുതം തോന്നുന്നുണ്ട്. എന്നിട്ട് ദുർഗ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്നാലും ഇവൾക്ക് ഇത് എന്ത് സംഭവിച്ചു കാണോ, ഒരിക്കലും അടുക്കളയിൽ കയറി ഒരു പാത്രം പോലും കഴുകില്ലാത്തവൾ ഇന്ന് അടുക്കളയിൽ കയറി പാത്രം കഴുകുമ്പോൾ പണിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ കരുണ എല്ലാ ജോലികളും കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിതയായിട്ട് റൂമിൽ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ അച്ഛൻ ഒറ്റൊരുത്തൻ കാരണം എനിക്ക് ഈ അവസ്ഥ വന്നത്, എന്തായാലും അമ്മാവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്നും പറഞ്ഞ് വാമദേവൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. വാമദേവൻ ഫോൺ എടുത്തതും കരുണ ചോദിക്കുന്നുണ്ട്, അമ്മാവ ഞാൻ പറഞ്ഞ 50,000 രൂപ എവിടെയെന്ന് ചോദിക്കുമ്പം മോളെ ഞാൻ നാളെ തന്നെ മോൾക്ക് അത് ഇട്ട് തരാം, പിന്നെ മോള് കൂടെ ഇതും പറഞ്ഞ് എന്നെ ശല്യം ചെയ്തിട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ശല്യം ചെയ്യും, എൻ്റെ ജീവിതം തന്നെ ഇപ്പോൾ ഇരുളടഞ്ഞ് നിൽക്കുക, ഈ പേരും പറഞ്ഞ് എന്നെ മഹാലക്ഷ്മിയും ആ കണ്ണനും ഇവിടെ ഇട്ട് പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്ത് പണിയാണ് മോളെ കൊണ്ട് ചെയ്യിക്കണേന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ജോലികൾ മൊത്തം ഞാനിനി ചെയ്തോളണം എന്നാണ് ആ മഹാലക്ഷ്മിയുടെ ഓർഡർ, അത് ഞാൻ കേട്ടില്ലെങ്കിൽ എൻ്റെ താലി ഊരി വയ്ക്കേണ്ട വരുമെന്നാണ് പറയണേന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും മോളിപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, അവരെന്താണോ പറയണത് അതുപോലെ ചെയ്തോ, ഇല്ലെങ്കിൽ അവർ ഉണ്ണിയോടും ദുർഗയോടും സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോളുടെ സ്ഥാനം കമലേശ്വരത്തിന് പുറത്തായിരിക്കും കേട്ടോ എന്ന്. എന്തായാലും അമ്മാവൻ ഞാൻ ചോദിച്ച പൈസ ഇങ്ങോട്ട് ഇട്ടോ, ഇല്ലെങ്കിൽ ഇത് ചെയ്യിച്ചത് അമ്മാവനാന്നുള്ള സത്യം ഞാൻ എല്ലാവരോടും പറയുമെന്നും പറഞ്ഞു കരുണ ഈ വാമദേവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ഫോൺ വെച്ചതും വാമദേവൻ സീമന്തിനിയോട് പറയുന്നുണ്ട്, ഇപ്പോൾ കരുണയ്ക്ക് നല്ല 8ൻ്റെ പണി തന്നെയാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കണേ, കണ്ണനും മഹാലക്ഷ്മിയും അവളെയും കൊണ്ട് അവിടുത്തെ വീട്ടുജോലികൾ മൊത്തം ചെയ്യിക്കുകയാണ്. അത് കേട്ടതും സീമന്തിനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എന്നാലും എൻ്റെ പ്രതാപ, അവനെങ്ങാനും നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളും നമ്മുടെ കുഞ്ഞും ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമുണ്ടോടാ, അവൻ വീൽ ചെയറിലാണെന്ന് കരുതിയിട്ടല്ലേ ആ മഹാലക്ഷ്മിയെ അവന് വിവാഹം കഴിച്ചു കൊടുത്തത്, ഇനി അവൻ വീൽ ചെയറിൽ നിന്നും കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ കരുണമോളുടെ അവസ്ഥ എന്താവൂടാ. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, ചിലപ്പോൾ അവനക്കത് തോന്നിയതായിരിക്കും അമ്മേ, എന്തായാലും കണ്ണൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും വീൽ ചെയറിൽ തന്നെയല്ലായിരുന്നു, എന്നെ അവൻ തല്ലാൻ വന്നപ്പോൾ പോലും വീൽ ചെയറിൽ ഇരുന്നാൽ തല്ലാൻ നോക്കിയത്, അതുകൊണ്ട് അവനക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറയുമ്പം ഇല്ലടാ, അവൻ ശരിക്കും കണ്ണനെ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. പ്രതാപൻ ഫോൺ എടുത്തതും കരുണമോളുടെ ആളെ വിളിക്കണമെന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ മോളെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പം അച്ഛൻ ഇതുപോലെ ഒരു ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു, ഇപ്പം ഞാൻ ശരിക്കും കമലേശ്വരത്തെ വേലക്കാരിയായി, മഹാലക്ഷ്മി പറയണത് പോലെയല്ല ഞാൻ ഇവിടുത്തെ ജോലികൾ ചെയ്യണം, ഇല്ലെങ്കിൽ അച്ഛൻ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്ന വിവരം ഉണ്ണിയേട്ടനോടും
അച്ഛനോടും അമ്മയോടൊക്കെ പറയുമെന്നും പറഞ്ഞ് അവരെന്നെ ഭീഷണിപ്പെടുത്തുക. എൻ്റെ മോളെ ഇപ്പോൾ അത് സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? എന്തായാലും കുറച്ച് നാളത്തേക്ക് അവൾ പറയണത് അനുസരിക്കുക, അല്ലാതെ നമ്മളുടെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഞാനിവിടുന്ന് മതിയാക്കി അങ്ങോട്ട് പോരാന്ന് വെച്ചാൽ അതിനും അയാൾ സമ്മതിക്കില്ല. അയാൾ പറഞ്ഞേക്കണത് ഞാനിവിടുന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അച്ഛനെ ജയിലിൽ കയറ്റുമെന്നാണ്. അതോടുകൂടി അച്ഛൻ്റെ സമ്പാദ്യവും പോയി കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ സഹിച്ച് നിൽക്കണേന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരാ മോളെ, അവനിനി കേസെങ്ങാനും കൊടുത്താൽ ഞാൻ ജയിലിൽ പോകേണ്ട വരും. അതോടുകൂടി കേസ് നടത്തി എൻ്റെ ഉള്ള സമ്പാദ്യം തീരും. പിന്നെ മോൾക്ക് ജീവിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് മോള് കുറച്ച് നാൾ എങ്ങനെയെങ്കിലും അവിടെ സഹിച്ച് നിൽക്കുന്ന. ആ സമയം കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നിട്ട് അച്ഛൻ എന്തിനാ ഉണ്ണിയേട്ടനെയും കൊണ്ട് തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചത്? അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നേ. ഇപ്പം അച്ഛനെ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അച്ഛനെ കൊന്നു കളഞ്ഞേനേന്ന്. എന്തായാലും ഞാൻ ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കരുണ ഫോൺ വയ്ക്കുന്നുണ്ട്. കരുണ ഫോൺ വെച്ച് കഴിഞ്ഞതും ഈ പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, മോൾ എന്താടാ പറഞ്ഞേ, മോൾക്ക് അവിടെ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പം അത് അമ്മേ, മോള് കുറച്ച് പ്രശ്നത്തിലാണ്. ആ കണ്ണനും മഹാലക്ഷ്മിയും മോളെയും കൊണ്ട് അവിടുത്തെ ജോലിയൊക്കെ ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നത്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അവർ പ്രതികാരം ചെയ്യണതാടാ. എന്തായാലും പണ്ട് മോളല്ലേ അവളെയും കൊണ്ട് ഇവിടെ പണി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന. മോൾ എന്താവശ്യപ്പെട്ടാലും അവൾ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പം അതിന് പ്രതികാരമായിട്ടായിരിക്കും അവൾ അവിടുത്തെ എല്ലാ പണികളും മോളെയും കൊണ്ട് ചെയ്യിക്കണേ. ഇനി അവൾ പറയും, നമ്മളുടെ കുഞ്ഞനുസരിക്കും. ആ രീതിയിലായിരിക്കും നമ്മളുടെ കുഞ്ഞിൻ്റെ ജീവിതം. നമ്മളുടെ കരുണമോൾ ഇതെങ്ങനെ സഹിക്കൂടാ? അവളുടെ അടിമയായിട്ടല്ലേ മഹാലക്ഷ്മി ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ മഹാലക്ഷ്മിയുടെ അടിമയായിട്ട് നമ്മുടെ മോള് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്കത് സഹിക്കാനേ പറ്റില്ലടാ. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ അമ്മേ, എല്ലാം സംഭവിച്ചു പോയില്ലേ എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്നാലും നീ എന്തിനാടാ ഉണ്ണിയെയും കൊണ്ട് അവളെ വിവാഹം കഴിപ്പിച്ച? നിനക്കറിയില്ലായിരുന്നോ അവൻ്റെ അച്ഛനെ നീയാ കൊന്നേന്ന് പറയുമ്പം ഇല്ലമ്മേ, എനിക്കത് അറിയില്ലായിരുന്നു. അന്ന് അങ്ങനെ സംഭവിച്ചെങ്കിലും പിന്നീട് ആ വീട്ടിൽ നിന്ന് ആ കല്യാണാലോചന വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. പിന്നീട് മഹാലക്ഷ്മി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കൊന്നത് കണ്ണൻ്റെ അച്ഛനെയാണ്. സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നമ്മളുടെ കുഞ്ഞിൻ്റെ ജീവിതം പോയല്ലോടാന്ന്. പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്ത് കരുണയാണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല. ആ സമയം കണ്ണനും മഹാലക്ഷ്മി എഴുന്നേറ്റിട്ട് മഹാലക്ഷ്മി കണ്ണനോട് ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, വേണ്ട, താൻ ചായ എടുക്കാനൊന്നും പോകണ്ട, അവളെ എഴുന്നേറ്റില്ലേ കരുണ, അവളെ വിളിച്ച് ചായ ഉണ്ടാക്കാൻ പറയാന്ന്. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും കണ്ണേട്ട അവൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറില്ല, കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റോട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ തന്നോട് ഇന്നലെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കാര്യത്തിലൊന്നും ഇനി ഒരു മാറ്റവും ഇല്ല. അവളെ നല്ലൊരു പെൺകുട്ടിയാക്കി എടുക്കണമെങ്കിൽ താനൊന്ന് എൻ്റെ കൂടെ നിൽക്കണം. അതുകൊണ്ട് താൻ പോയി അവളെ വിളിച്ചെണിപ്പിക്കുന്നു. അങ്ങനെ മഹാലക്ഷ്മി ചെന്ന് ഡോറിൽ മുട്ടുന്നുണ്ട്. ഡോറിൽ മുട്ടിയ സമയത്ത് കരുണ ദേഷ്യത്തോടുകൂടി ഇതാരാ നേരം വിളിക്കണതിന് മുമ്പ് ഡോറിൽ മുട്ടണേന്നും പറഞ്ഞു വന്ന് ഡോറ് തുറന്നതും മുമ്പിൽ മഹാലക്ഷ്മിയെ കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കുമ്പം, നീ എന്താടി ഇവിടെ കിടന്ന് ഉറങ്ങണേ? ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേലക്കാരിനെ ഒന്നും നിർത്തിയിട്ടില്ല, മര്യാദക്ക് അടുക്കളയിൽ പോയി രാവിലത്തേക്ക് വേണ്ട ചായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറയുമ്പം കരുണ ചോദിക്കുന്നുണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കണമെന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ നീ ഉണ്ടാക്കാണ്ട് ഇവിടെ ഏതെങ്കിലും വേലക്കാരി ഉണ്ടോ? അരമണിക്കൂറിനുള്ളിൽ കണ്ണേട്ടന് ചായയും സാധനങ്ങളും വേണം, എത്രയും പെട്ടെന്ന് അടുക്കളയിൽ കയറി സാധനങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ കരുണ ദേഷ്യത്തോടു കൂടി താഴേക്ക് ഇറങ്ങി പോകുമ്പം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഇത് കേട്ടിട്ട് ആകെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. ഇവളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇവളുടെ ചേച്ചി ഇവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് നല്ല തിരിച്ചടി ഇവൾ കൊടുക്കണതാണല്ലോ. ഇപ്പോൾ ഇവളൊന്നും മിണ്ടാതെ താഴേക്ക് പോയല്ലോ. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അത് ഉറപ്പായിട്ടും ഒന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ കരുണ അടുക്കളയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുവരെ ചായ റെഡിയായില്ലേ? കണ്ണേട്ടനെ അവിടെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുമ്പം എന്തിനാ മഹാലക്ഷ്മി നീ എന്നെ ഇങ്ങനെ ഇട്ട് സങ്കടപ്പെടുത്തണേ? എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് നീ എന്തിനാ എന്നെ ശിക്ഷിക്കണേന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛൻ മാത്രമല്ല നിൻ്റെ മുത്തശ്ശി നീയും തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇതെൻ്റെ തീരുമാനമല്ല, കണ്ണേട്ടൻ്റെ തീരുമാനമാണ്. ഇനി നീ ഞങ്ങൾ പറയണത് പോലെ ഇവിടെ ജീവിച്ചാൽ മാത്രമേ നിനക്ക് ഇവിടെ ഒരു ജീവിതം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നീ ഉണ്ണി കെട്ടിയ താലി അഴിച്ചു വെച്ചിട്ട് ഇവിടുന്ന് പടി ഇറങ്ങേണ്ട വരും. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ ജയിലിൽ കയറ്റുമെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞേക്കണേന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതും ശരിയാ, നീ ഇവിടുത്തെ ജീവിതം അടുത്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ ജീവിതം ജയിലിലാവും. അതുകൊണ്ട് എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ. എന്തായാലും ഇപ്പോൾ കണ്ണേട്ടനെ അവിടെ ചായക്ക് വേണ്ടി ഇരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് കണ്ണേട്ടന് ചായ കൊണ്ടുപോയി കൊടുക്കാൻ. അങ്ങനെ ഈ കരുണയാണെങ്കിൽ കണ്ണന് ചായയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണൻ അവിടെ ഇരുന്ന് പത്രം വായിക്കുമ്പം കരുണ ചായയും കൊണ്ട് എന്നിട്ട് ഇതാ കണ്ണേട്ട ചായ എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, നേരം ഇത്രയായിട്ട് ഇപ്പോഴാണ് ഓടി നീ ചായയും കൊണ്ട് വന്നേന്ന് ചോദിക്കുമ്പം അത് കണ്ണേട്ട ഞാൻ എഴുന്നേക്കാൻ വൈകി അതുകൊണ്ടാന്ന് പറയുമ്പോൾ
എന്തുകൊണ്ടാണ് നീ എഴുന്നേക്കാൻ വൈകിയത്? പെൺകുട്ടികൾ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ടേ? ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ പ്രശ്നമാക്കണില്ല. ഇനി മുതൽ നീ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്തോളണം. അതിനെന്തെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഞാൻ മുടക്കമൊന്നും വരുത്തില്ല കണ്ണേട്ടാന്ന്. ഇനി നീ ഏതെങ്കിലും രീതിയിൽ നിൻ്റെ അഹങ്കാരം ഇവിടെ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഇവിടെ അഴിച്ചു വെച്ചിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട വരുമെന്ന്. അത് കേട്ടതും കരുണ പേടിയോടുകൂടി കണ്ണനെ നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മളുടെ ദുർഗ ഈ കണ്ണൻ പറയുന്നത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.